എറണാകുളം ചേന്ദമംഗലത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലക്കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. അയൽ തർക്കത്തെ തുടർന്ന് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. ഒരാൾക്ക് പരിക്കേറ്റു. ചേന്ദമംഗലം സ്വദേശികളായ വേണു, ഉഷ, വിനീഷ എന്നിവരാണ് മരിച്ചത്. റൗഡി ലിസ്റ്റിൽപ്പെട്ട റിതു എന്ന ആളാണ് വെട്ടിയത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ റിതു. എറണാകുളം ചേന്ദമംഗലത്ത് വൈകിട്ട് 5:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വീട്ടിലെ 3 പേരെയാണ് വെട്ടിക്കൊന്നത്. വേണു, ഉഷ, വിനീഷ എന്നിവരാണ് ഇതിൽ മരണപ്പെട്ടത്. വേണുവിൻ്റെ മകൻ ജിതിൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സമീപവാസിയായ ഋതു ജെയിൻ എന്നയാളാണ് ഇവരെ വെട്ടിയത്. ഇതിൽ 3 പേര് മരണമടയുകയും ചെയ്തു. ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇവർ മരണമടഞ്ഞു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഇയാളുമായിട്ട് തൊട്ടടുത്ത വീടാണ്. ഇവരുമായിട്ട് ചില വഴക്കുകൾ നിലനിന്നിരുന്നു. വഴക്കിൻ്റെ കാരണം എന്തെന്നത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഈ വഴക്കുകൾ നിലനിന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഋതു എന്നയാൾ ഇന്ന് വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് എത്തുകയും അതിക്രമം നടത്തുകയുമായിരുന്നു. ഇവരുടെ കുട്ടികളും ഇതിൻ്റെ ദൃക്സാക്ഷികളാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഋതു നേരത്തെയും റൗഡി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. ഇയാൾ 3 കേസുകളിലെ പ്രതിയാണ്. നോർത്ത് പറവൂർ, വടക്കേക്കര പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. മോഷണം, അടിപിടി ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2022 മുതൽ ഇയാൾ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാൾ കൂടിയാണ്. ഈ പ്രതിയെ വൈകിട്ട് തന്നെ പിടികൂടാനായിട്ട് പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഉള്ളത്. എന്തായാലും വലിയ ഭീകരാന്തരീക്ഷമാണ് ഈ സ്ഥലത്ത് ഉണ്ടായത്. വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയും പിന്നീട് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന ഇതിൻ്റെ നില ഗുരുതരമായിട്ട് തുടരുന്നു എന്നതാണ്. പോലീസിനെ സംബന്ധിച്ച് ഇയാളെക്കുറിച്ച് എന്താണ് ഒരു യഥാർത്ഥ കാരണമെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. വലിയ പോലീസ് സംഘം തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.